പക്ഷേ ഇത് ഒരു 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാമ്പിൾ ആയി ഇതിനെ കണക്കാക്കാം. സാമ്പിളൊന്നും ഈ കണക്കാക്കണ്ട, എന്തെല്ലാം സാമ്പിൾ ചോദിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സാമ്പിളൊന്നും കണക്കാക്കേണ്ട, കണക്കാക്കേണ്ട ഇത്രയേ ഉള്ളൂ, കണക്കാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അവിടുത്തെ ഈ മുന്നേറ്റം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ മൂന്നാം ടേമിലേക്കുള്ള യാത്രക്കും സഹായകരമാകുന്ന രീതിയിൽ ഞങ്ങളിതിനെ കാണുകയാണ്. നിങ്ങളുടെ ഭാഷയിൽ അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കുക, ഞങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അത് നോക്കാം, നോക്കി തീരുമാനിച്ചിട്ട് പറയാം. അത് ഒരു ഒരാഴ്ച അല്ല, നമുക്ക് തീരുമാനിക്കാം. ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ, ഒരാഴ്ച കൊണ്ട് നിങ്ങളോട് കാര്യം പറയാം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. പ്രഖ്യാപിച്ചോട്ടെ, അവർ പ്രഖ്യാപിക്കുന്നതിൽ കുഴപ്പമില്ല. അതിന് ബദലാവേണ്ട കാര്യമില്ല. അതിന് ബദലാവുന്നത് ഞങ്ങൾ തന്നെ പ്രഖ്യാപിക്കും. പിന്നെ എന്തിനാ ബദൽ പ്രഖ്യാപനം? അത് ഞാൻ പറഞ്ഞില്ല, ഒരാഴ്ചക്കുള്ളിൽ പ്രഖ്യാപിക്കും. പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ഏതാണ്ട് ആ പ്രോഗ്രസ് റിപ്പോർട്ട് അംഗീകരിച്ചിട്ടാണ്. അല്ല, വിലയിരുത്തൽ ഇതുകൊണ്ടൊന്നും വിലയിരുത്തലാവില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വിജയ പരാജയം കൊണ്ട് വിലയിരുത്തൽ അതിന്റെ പ്രതിഫലം ഉണ്ടാവും, ഒരു സംശയം വേണം. കേരളത്തിലുടനീളം ഉണ്ടാവും അതിന്റെ പ്രതിഫലം. വിലയിരുത്താൻ എന്ത് ഇനിയിപ്പോൾ ആ ഒരു കൊല്ലം പോലും ഇല്ല. പിന്നെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അതിനെ വിലയിരുത്തൽ അത് എല്ലാം വിലയിരുത്തും. ഞങ്ങൾ വിലയിരുത്താൻ പറഞ്ഞാലും വിലയിരുത്താൻ ഇല്ല എന്ന് പറഞ്ഞാലും എല്ലാം വിലയിരുത്തും. അതിനെന്താ ഇപ്പോൾ സംശയം വിലയിരുത്തിക്കും? ഞങ്ങൾക്ക് അതിലൊന്നും യാതൊരു തർക്കമില്ല. വിലയിരുത്തി പോയാൽ വലിയ അപകടം സംഭവിച്ചു എന്നൊരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. 4 വർഷത്തെ ഭരണത്തെപ്പറ്റി ജനങ്ങൾക്ക് നല്ല മതിപ്പാണ്. അതിൻ്റെ പ്രതിഫലനം സ്വാഭാവികമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെയും ഭാഗമായിട്ടുള്ളത് പോലെ അവിടെ ഉണ്ടാവും. അത്ര കണ്ടാൽ മതി. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചേലക്കര വളരെ ശക്തിയായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ, ഗവൺമെൻറ് വിരുദ്ധ വികാരത്തിൻ്റെ തള്ളിച്ചയാണ് കാണാൻ പോകുന്നത്. പക്ഷെ കണ്ടില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സീറ്റായതുകൊണ്ട് നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ വിചാരിച്ചത് അവിടെ വമ്പിച്ച രീതിയിലൊരു അടിയൊഴുക്കുണ്ടാവുന്നതാണ്. പക്ഷേ ഒരടിയൊഴുക്കും ചേലക്കര ഉണ്ടായില്ല. മാത്രമല്ല പാലക്കാട് വോട്ട് വർദ്ധിപ്പിക്കാനും കഴിയും. അത് ഞാൻ പറഞ്ഞില്ലേ, 7 ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിക്കും. പിന്നെ പരീക്ഷണവും ഇല്ലായ്മയൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പാർലമെൻറ്റ് ജനാധിപത്യ സംവിധാനമില്ലേ, അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ ഒരാഴ്ച സാവകാശം മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുപോകൂ. ഞങ്ങൾ നിർത്തുന്നത് ആരായാലും പ്രമുഖരാണ്. അതിന് പ്രമുഖത നോക്കിയിട്ട് പറയാൻ ചോദിക്കേണ്ട. പ്രമുഖ സ്ഥാനാർത്ഥിയായിരിക്കും മത്സര രംഗത്ത് ഇറക്കുക. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. UDF നിന്ന് ആരെങ്കിലൊക്കെ വിട്ടുവരികയാണെങ്കിൽ അവരെ സ്വതന്ത്രരായിട്ട് ഉപയോഗിച്ച് അങ്ങനെ ഒരു പരീക്ഷണം സാധ്യതയുണ്ടോ? ഇല്ലാത്ത കാര്യം വെറുതെ ആവശ്യമില്ലാണ്ട് ചോദിക്കുന്നത് കാര്യം. അവർ വിട്ടുവരുകയോ വരാതിരിക്കുകയോ ഒക്കെ ചെയ്ത് അവരെ കാര്യമില്ലേ, അത് UDFിൻ്റെ പ്രശ്നമാണ്. ഞങ്ങളെ സംബന്ധിച്ച് അത് പ്രശ്നമില്ല. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ വിഷമൊന്നും നിലമ്പൂരില്ല. അതായത് പാലക്കാട് സരിനെ സ്ഥാനാർത്ഥിയാക്കിയതുപോലെ അപ്രതീക്ഷിതമായി ഒരു സർജിക്കൽ സ്ട്രൈക്ക് LDFിന്റെ ഭാഗത്ത് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. പാർട്ടി പറഞ്ഞു ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കും. പാലക്കാട് പോലെ ഒരു അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥി വെറുതെ ചോദിച്ചാൽ വേറെ എന്തെങ്കിലും ഉത്തരം കിട്ടും ധരിക്കണ്ട. അത് എത്രയോ കൊല്ലം കിട്ടിയിട്ടുണ്ടല്ലോ. കൃത്യമായ ഉത്തരം ഞാൻ പറഞ്ഞത് 7 ദിവസം കൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കും. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പാലക്കാട് പരീക്ഷണമാണോ അതുപോലെ വേറെ ഏതെങ്കിലും പരീക്ഷണമാണോ എന്ന് നോക്കേണ്ട കാര്യം യാതൊന്നുമില്ല. കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകും. അല്ല, നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ 7 ദിവസം കൊണ്ട് പ്രഖ്യാപിക്കും. നിലമ്പൂരെ സ്ഥാനാർത്ഥിയെ 7 ദിവസം കൊണ്ട് പ്രഖ്യാപിക്കും. ഒരു കാരണവുമില്ല, ഒരു കാര്യവുമില്ല.